അറിഞ്ഞില്ലേ നിങ്ങള്? ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഈ സ്ത്രീ പറഞ്ഞതുപോലെ അവരുടെ ചേച്ചിയുടെ ഭർത്താവിനെ വെച്ച് ഞാൻ അവിഹിതം പറഞ്ഞു എന്നാ പറയുന്നത്. എപ്പോ നീ എന്ന വ്യക്തി മുഴുക്ക നോണ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആൽബം അല്ലേ, പ്ലാൻ ചെയ്തോളൂ. നമുക്ക് നായകൻ പ്രതീക്ഷനെ ആക്കിയാലോ? പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ലായിരുന്നു. പ്രതീക്ഷനെ ആക്കിയാലോ? അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷ ഇല്ലാതെ ഒരു ചിന്തയില്ല. ലിപ് ലോക്ക് ആയിരുന്നാലും ബിക്കിനി ഇട്ടിട്ട് ചുറ്റാനായിരുന്നാലും എടുത്തുയർത്താനായിരുന്നാലും പ്രതീക്ഷ ആണെങ്കിൽ അവൾ ഓക്കെയാണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ദാസന്റെ കുടുംബം കലക്കി, ഇനി പ്രതീക്ഷിച്ചത് കലക്കണം. കുടുംബം കലക്കുന്നത് ആരാണെന്ന് വ്യക്തല്ലേ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എല്ലാ തെളിവുകളുമായിട്ടാ പെണ്ണ് വന്നിരിക്കുന്നത്. തനിക്ക് തുണിയില്ലാതെ അഭിനയിക്കാൻ പറ്റില്ല എന്നും അതിന് ഇയാൾ നിർബന്ധിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ വ്യക്തി അധിക്ഷേപം നടത്തുകയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആ കുൽസിതത്തിനാണ് ഞാൻ മുന്നോട്ട് കൊണ്ട് കാണിക്കുന്നത്. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷമിട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവം അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് അവൾ പോലീസിനെ വിളിച്ചില്ല? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കയറി പിടിക്കാനുള്ള ആംബിയർ അയാൾ കാണിക്കുമോ? കാണിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അയാൾക്ക് നല്ല ബോധ്യമില്ലേ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിന്നെ അവിടെ കൊണ്ടുപോയത് അയാളാണ്, പേയ്മെന്റ് തന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ റിസോർട്ട്, അദ്ദേഹത്തിന്റെ ഫുഡ്. അത് നീ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിന്റെ പേരൻസ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പുറത്തുള്ള 6 7 പേരോ 8 പേര് അവിടെ വന്ന് താമസിക്കുക മാത്രമല്ല അതിലൊരു താടിക്കാരനൊപ്പം നിനക്ക് ഒരു ബെഡ്റൂം തനിയെ വേണമെന്ന് നീ പറഞ്ഞില്ലേ? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? ഞാൻ പറഞ്ഞില്ലേ ഇവൻ കള്ള റാസ്കലാണ്. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിൽ നിന്റെ ഒപ്പം നീ പറഞ്ഞില്ല. നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അവിടെ നിൽക്കാം. നിനക്കത് പറ്റൂല. എനിക്കെന്തോ പോലെ നിനക്ക് റിസോർട്ടിൽ തന്നെ റൂം വേണം, അതും അതിലൊരുത്തന്റെ കൂടെ തന്നെ വേണം എന്ന് പറയുമ്പോ മോളെ നീ എന്താ വിചാരിച്ചേ? ഞാൻ ഒരു തെളിവ് സംഘടിപ്പിക്കില്ല എന്നല്ലേ? ഇവിടെ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കൈയില്ല, കാലില്ല.